ഹലോ ഗൈസ്, അടിപൊളി ഒരു വാഴത്തോട്ടം ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, സൂപ്പർ വാഴത്തോട്ടമാണ് കേട്ടോ. നന്നായിട്ട് പണിയൊക്കെ എടുത്ത് നല്ല ഉസാറാക്കി കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. കണ്ടോ, നല്ല പഞ്ചസാര പോലത്തെ മണ്ണാണ് സംഭവം. ഒറ്റ കല്ല് പോലുമില്ല. അടിപൊളിയായിട്ട് അവർ എല്ലാ വളങ്ങളെല്ലാം കൊടുത്ത് നന്നായിട്ട് കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. ഇതിൻ്റെ കൈകളൊക്കെ കണ്ടോ, ഈ കൈകളൊക്കെ ഇങ്ങനെ മുറിക്കാതെ തൂക്കിയിട്ടേക്കുക. ഇതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ വാഴക്കൈ താഴോട്ട് ഒടിഞ്ഞു തൂങ്ങുന്ന മുറിച്ചുകളാണോ? നിങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ. വാഴക്കൈ ഒറ്റെണ്ണം പോലും മുറിക്കണ്ട. അത് പച്ച ഒടിഞ്ഞാൽ ഒടിഞ്ഞോട്ടെ, പഴുത്ത് വേണമെങ്കിൽ ഒടിഞ്ഞോട്ടെ, ഉണങ്ങിയത് ഒടിഞ്ഞോട്ടെ, അത് അവിടെ കിടന്നോട്ടെ. ഒറ്റ എണ്ണം പോലും മുറിച്ച് കളയണ്ട കേട്ടോ. ഒരു പുഴുവിൻ്റെ ശല്യമോ അല്ലെ മറ്റ് കീടങ്ങളോ ഒന്നും ആക്രമിക്കില്ല. ഇത് നിങ്ങൾക്കറിയണമെങ്കിൽ എൻ്റെ ഒരു പഴയ 1-2 വീഡിയോ ഉണ്ട്, ഒരു 2 വർഷം മുമ്പത്തെ. ആ വീഡിയോ നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇത് വാഴ വെച്ചപ്പം മുതലുള്ള വാഴക്കൈ ആ വാഴയിലുണ്ട്. ദ്രവിച്ച് പോയത് പോയി, അല്ലാത്തതെല്ലാം ഒടിഞ്ഞ് തൂങ്ങി വാഴയോട് ചേർന്ന് കിടപ്പുണ്ട്. അതിനൊരു സംരക്ഷണമാണ്. വേനൽക്കാലത്ത് വെയിലേക്കാതിരിക്കാൻ തക്കവണ്ണം ഒരു സംരക്ഷണമാണ് ഈ വാഴക്കൈ മുറിച്ചു വിടാതിരിക്കുകയാണെങ്കിൽ. ഒരു കേടും എൻ്റെ വാഴയ്ക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. മഴക്കാലത്ത് വേണേൽ മുറിച്ചു വിടാം, പക്ഷേ വേനൽക്ക് ഇതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. വാഴക്കൈ അങ്ങനെ തന്നെ കിടന്നോട്ടെ. അത് വെയിലടിക്കാതിരിക്കും. തടിയെ വെയിലടിച്ചാൽ ഈ പോളയൊക്കെ ചൊങ്ങും, അതുപോലെ ചിലപ്പം വാഴ ഒടിയും. അപ്പം വെള്ളം അധികം പറ്റിപ്പോവില്ല വാഴയിൽ. അതുകൊണ്ട് ആ വാഴക്കൈ അങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് തന്നെയാണ് നല്ലത്. ആ വീഡിയോ നോക്കിയാൽ കാണാം, അത് മൊത്തം തൂങ്ങിക്കിടക്കുക, കംപ്ലീറ്റ് ഇലകളും. ഒരു വിഷയവുമില്ല. പലരും പിന്നെ കമൻസായിട്ടൊക്കെ ഇട്ടു, പിണ്ടിപ്പുഴു കയറും, വാഴ പിന്നെ മറിക്കും, കടത്തും എന്നൊക്കെ പറഞ്ഞു. ഒറ്റ എണ്ണം പോലും എൻ്റെ വാഴയ്ക്ക് ഒരൊറ്റ കേട് പോലും വന്നിട്ടില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഈ കൈ ഇങ്ങനെ തൂങ്ങിക്കിടന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇവർ കുറേ കൈയൊക്കെ മുറിച്ച് വിട്ടതാണ്, എന്നാലും ഇതിനിടയിൽ കൂടെ ഇങ്ങനെ കൈ തൂങ്ങിക്കിടപ്പുണ്ട്. ഇത് മുറിച്ച് വിടേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി നോക്ക്. അത് ഒരു ദോഷവും വരുന്നതല്ല. മഴക്കാലത്ത് വേണേൽ മുറിച്ച് കളയാം, പക്ഷേ ഒരു പിണ്ടിപ്പുഴും ഉണ്ടാകില്ല. ധൈര്യമായിട്ട് നിങ്ങൾ മറ്റു കാര്യങ്ങളങ്ങ് ചെയ്തോ. വളം കൊടുക്കേണ്ടത് വളം കൊടുക്കുക, മരുന്ന് മുക്കി നടേണ്ടത് അങ്ങനെ ചെയ്യുക. അല്ലാത്ത കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യും. വളവും വെള്ളവും എല്ലാം കൃത്യമായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ വാഴ അടിച്ച് കയറി വരുള്ളൂ. ഒന്നാമത് വെള്ളം ഉണ്ടായിരിക്കണം. വെള്ളം നമ്മൾ കണ്ടിട്ട് മാത്രമേ വാഴ വെക്കാവുള്ളൂ. അതുപോലെ കാട്ടുമൃഗങ്ങളുടെ ശല്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ നോക്കണം. അല്ലാത്ത സ്ഥലത്ത് കൊണ്ട് വാഴ വെക്കരുത്. ഇതിപ്പോൾ ഉണ്ടല്ലോ, ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു സൈഡിൽ മുഴുവൻ ഫോറസ്റ്റാണ്. കാട്ടുമൃഗങ്ങൾ ഇതിനകത്തുണ്ട് ഇഷ്ടം പോലെ, പ്രത്യേകിച്ച് കുരങ്ങൻ. വാഴക്കൊല ആയിട്ടുണ്ടെങ്കിൽ അവൻ ഒരെണ്ണം പോലും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവരെങ്ങനെയോ കാവൽ ചെയ്ത് ഇത് രക്ഷപ്പെടുത്തും. ഇവർക്കിത് ആദ്യത്തെ ശല്യമൊന്നുമല്ല. ഇത് ഇവരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇതിനെയൊക്കെ അവർ നിയന്ത്രിക്കുന്നതാണ്. പക്ഷേ നമ്മൾ അറിയത്തില്ലാത്തവർ കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടേ കൃഷി ചെയ്യാവുള്ളൂ. ഇതിപ്പോൾ ഒരു സൈഡ് ഫോറസ്റ്റാണ്. ഇതിന് വളമൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. വാഴ ഒരേ സ്റ്റെപ്പല്ല, ചിലതൊക്കെ ചെറുതാണ് സംഭവം. അത് വിത്തെടുത്തതിൻ്റെ ആയിരിക്കണം. കടയിൽ നിന്നൊക്കെ പോയിട്ട് ആ വിത്തെടുക്കുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മൾ തിരിഞ്ഞെടുക്കുന്ന വിത്ത് തന്നെ നല്ല നിറമുള്ള വിത്തായിരിക്കണം, പച്ച വേരുണ്ടായിരിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം. നല്ല വെയിറ്റ് ഉള്ളതായിരിക്കണം. നല്ല വിത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ഇട്ട വിത്ത് തന്നെ ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേനും ഇങ്ങനെ അതിൻ്റെ കൂമ്പ് പൊട്ടി വെളുത്ത് ഇങ്ങനെ പുറത്തേക്ക് പൊട്ടിക്കയറി വരും. അങ്ങനത്തെ വിത്തൊക്കെ നല്ല അടിപൊളി വിത്തായിരിക്കും. ഈ കൂമ്പ് കയറി വരാതെ കിടക്കുന്ന വിത്തുകളുണ്ട്, അങ്ങനത്തെ വിത്ത് കടയിൽ നിന്ന് എടുക്കുകയേ ചെയ്യും. വാഴവിത്ത് പിരിച്ച് അതിൻ്റെ വിത്ത് മുറിച്ച് ഇട്ട് കഴിഞ്ഞാൽ 2-ാം പക്കം മുതൽ ഇങ്ങനെ വിത്ത് മുകളിലോട്ട് തള്ളിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ വിത്തുകളൊക്കെ എടുക്കാവുള്ളൂ. കടയിലും അങ്ങനത്തെ വിത്ത് കിടക്കുന്നതാണ്, അത് തിരിഞ്ഞങ്ങ് പറിച്ചെടുക്കുക. അല്ലാത്ത വിത്ത് തൊടാനേ നിൽക്കരുത്. കൂമ്പ് കയറി വരാത്ത വിത്ത് എടുക്കരുത്. അതിനെ പിന്നെ കൂമ്പ് കയറ്റിക്കൊണ്ട് വരാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. തന്നെയല്ല ഇതിനുള്ളിൽ കേടുണ്ട്, അതാണ് സംഭവം. കരിക്കണോ അതുപോലെ എന്തോ കേടുണ്ട്. വിത്ത് തിരഞ്ഞെടുക്കുന്നത് വളരെ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്, പഠിക്കാനുണ്ട്. ഇല്ലെങ്കിൽ വാഴക്കൃഷിയൊക്കെ നഷ്ടമായിരിക്കും. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു സൈഡ് കാടാന്ന് ഞാൻ പറഞ്ഞാൽ കണ്ടോ, ഇല്ലി നിൽക്കുന്ന കണ്ടോ, മുളയാണ് സംഭവം.
ഇത് മറ്റേ ഏണി പോലത്തെ ഇല്ലയല്ല, അല്ലാത്ത മുളയാണ്. ഉണ്ടോ എന്നാ വമ്പൻ തുറുവാണെന്നറിയോ, വമ്പൻ തുറുവാണ്. ഇതിനുള്ളിൽ കൂടെയൊക്കെ കുരങ്ങന്മാർ മുകളിലോട്ടും താഴോട്ടൊക്കെ ചാടി മറിയുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒളിച്ചിരിപ്പുണ്ടാവും. ഉണ്ട് ഈ ഒരു സൈഡ് തെളിഞ്ഞ പ്രദേശവും ഇപ്പുറം ഇങ്ങനെ കാടുമാണ്. കാട്ടുമൃഗങ്ങളുണ്ട്. ഇവരിതിന് കൃത്യമായിട്ട് വളമൊക്കെ കൊടുത്താണ് പണി ചെയ്യുന്നത്. ഇതിനിടയിൽ കൂടെ കവുങ്ങും ഒക്കെ നിൽപ്പുണ്ട്. ഇതിപ്പം വളമിട്ട് കൊത്തി മൂടിയേക്കുന്നതാണ്. വെള്ളം കൊടുക്കാനുള്ള ചാലുകളൊക്കെ തിരിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. വെള്ളമൊക്കെ കൊടുക്കണ്ടോ, ഇതൊക്കെയാണ് ചാലുകൾ. ഇനി നാട്ടയുടെയോ അല്ലെങ്കിൽ വള്ളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ഇനി നോക്കിയാൽ മതി. 2 മാസമൊക്കെ കഴിഞ്ഞാൽ കൊലച്ച് തുടങ്ങും. ഇതുണ്ടോ, ഒരു സൈഡ് കണ്ടോ, ഭയങ്കര ചോലയാണ്. അതിൻ്റെ മുകളിലോട്ട് വമ്പൻ കാടുവാണ്. ഈ കാട്ടുമൃഗങ്ങളോടൊക്കെ എന്തുമാത്രം മല്ല് പിടിച്ചാലല്ലേ ഒരു കർഷകന് എന്തെങ്കിലും കൃഷിയുടെ ആദായം എടുക്കാൻ പറ്റുള്ളൂ. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് സംഭവം. കാട്ടുമൃഗങ്ങൾ അങ്ങ് പെരുകി കണ്ടമാനമായി. മനുഷ്യന് ജീവിക്കാൻ മേലാത്ത അവസ്ഥയിലായി. ഇതിനെ ഒന്നും ഒരു നിയന്ത്രണവുമില്ല, ഒന്നുമില്ല. ആരോട് പറയാൻ? ഇതിനെ എല്ലാം തോൽപ്പിച്ചതിൻ്റെ ശേഷം വേണം അവന് ജീവിക്കാൻ. സംഭവം ബുദ്ധിമുട്ട് തന്നെ. ഇപ്പം കായ്ക്കൊക്കെ പിന്നെ ചെറിയ വിലയുണ്ട്. ഇതിപ്പം എല്ലാ മാസവും വില ഒരുപോലെ കിട്ടുകയല്ലോ. വാഴക്കുലയ്ക്ക് ചിലപ്പോൾ 20 രൂപയും 25 രൂപയൊക്കെ ആയി മാറും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സംഗതി ബുദ്ധിമുട്ടായിരിക്കില്ല. വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഒരേ മേനി എടുക്കുകയാണെങ്കിൽ എന്നിട്ട് അത് ഒരേ സൈസ് വലിപ്പമുള്ളത് ഒരു സ്റ്റെപ്പ് വെക്കുക, അടുത്തത് അതിൽ വ്യത്യാസമുള്ളത് അങ്ങനത്തെ ഒരു സെക്ഷൻ വെക്കുക. അങ്ങനെയൊക്കെ ഈ വാഴവിത്ത് നടേണ്ടത്. എങ്കിൽ മാത്രമേ ആ നടുന്ന സെക്ഷനെങ്കിലും ഒരേ മേനിയായിട്ട് കയറി വരുള്ളൂ. ഇത് നമുക്ക് കൈ കിട്ടുന്നതനുസരിച്ച് കുഴിക്കകത്തിട്ടാൽ ഇത് പല രീതിയിൽ എങ്ങനെ കയറി വരുള്ളൂ. അത് ചെറുതൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ കയറി വരാൻ വലിയ ബുദ്ധിമുട്ട് വരും. കണ്ടോ, ഇവിടെ ഈ കാണുന്നതൊക്കെ ചെറിയ വിത്തുകളൊക്കെയാണ്. അത് മറ്റേതിൻ്റെ ഒപ്പം കയറി വരാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ശരി ഗൈസ്, ഈ വാഴക്കൃഷിയെ സംബന്ധിച്ചുള്ള വിവരണം ഞാനിപ്പോൾ നിർത്താൻ പോകുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.